റിസ്റ്റ് ഇഞ്ചുറീസിനെ പറ്റിയോ? സ്പെസിഫിക് ആയിട്ട് ജിം അടിക്കുമോ അല്ലെങ്കിൽ ബക്കറ്റ് വെയിറ്റ് പൊന്തിക്കുമോ? ഇഞ്ചുറി വരാൻ രണ്ട് കാരണങ്ങളുള്ളൂ. ഒന്നുകിൽ ഉപയോഗിക്കുന്ന വെയിറ്റ് ഭയങ്കര ഹെവി ആവും, അല്ലെങ്കിൽ നമ്മുടെ ടെക്നീക്ക് തെറ്റാവും. ഇന്നത്തെ ടോപ്പിക് ടെക്നീക്കിനെ പറ്റിയാണ്. എൻ്റെ കൈ നോക്കൂ, എൻ്റെ റിസ്റ്റ് ഒരു 10 ഡിഗ്രി ബാക്കാണ് ഫോറാം വെച്ച് നോക്കുമ്പോൾ. ഞാൻ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല ജോലി ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൈ വയ്ക്കുക, നമ്മൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല. ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ ഈ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ നമ്മൾ വെയിറ്റ് പൊന്തിക്കുമ്പോൾ ഈ പൊസിഷനിലാവണം. അതായത് ഇത് 10 ഡിഗ്രി റിസ്റ്റിലേക്ക്. ചില ആൾക്കാർ ഈ ഫോറാം അടിക്കാറുണ്ട് ജിമ്മിലെ. അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു എക്സസൈസാണ്. അത് ഇഞ്ചുറി എന്തായാലും വരും. സെക്കൻഡ് പോയിൻറ്റ്, ടെക്നീക്ക്, നമ്മളുടെ പിടുത്തം. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് പിടിക്കണേ, ഞാൻ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല. ചില ആൾക്കാർ എസ്പെഷ്യലി ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെ വെച്ചാൽ ചെയ്യാം. ഇത് ഭയങ്കര ഡേഞ്ചറസ് ഒരു പൊസിഷനാണ്. നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല. തമ്പിൻ്റെ ഈ പൊസിഷൻ കണ്ടോ, ഇത് 45 ഡിഗ്രി 45 ഡിഗ്രിയിലാണ്. ഇതിൻ്റെ ഫങ്ഷൻ തന്നെ പിടുത്തം കൂട്ടാനാണ്. സോ ഇങ്ങനെ പിടുത്താൽ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല, വെയിറ്റ് സ്ലിപ്പാവും, ഇഞ്ചുറി വരും. സിവിയർ പെയിൻ വരാണെങ്കിൽ ജിം അടിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ബിക്കോസ് ലിഗമെൻറ്റ് ഇഞ്ചുറി വന്നാൽ അല്ലെങ്കിൽ കാർട്ടിലേജ് ഇഞ്ചുറി വന്നാൽ ചികിത്സിക്കാൻ കുറച്ച് പാടാം, അത് മാറില്ല. ചില സ്ത്രീകൾ ഈ ബക്കറ്റ് പൊന്തിക്കുമേ ഇത് കാണാറ്, അല്ലെങ്കിൽ പ്രഷർ കുക്ക് പെട്ടെന്ന് പൊന്തിക്കുമേ കയ്യിൽ നിന്ന് സ്ലിപ്പാവാറുണ്ട്. സോ ഈ പൊസിഷൻ ഇത് മൈൻഡിൽ വെച്ചാൽ മതി. താങ്ക് യു.